എറണാകുളം വെമ്പള്ളിയിൽ അനധികൃത നായ വളർത്തൽ കേന്ദ്രത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. നായ വളർത്തൽ കേന്ദ്രത്തിന് എതിരെ റവന്യൂ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അമൽ സുരേന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. അമൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, മൃഗസ്നേഹം മനുഷ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ വെമ്പള്ളിയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവിടെ ഉണ്ടായിരുന്ന ജോർജ് എന്ന ആളുടെ ഉടമസ്ഥയിലുള്ള 2 നില കെട്ടിടം വാടകയ്ക്കെടുക്കുകയായിരുന്നു വീണ ജനാർദ്ദനൻ എന്ന മൃഗസ്നേഹി. ആ സ്ത്രീ ഇവിടെ തെരുവ് നായ്ക്കളെ കൂട്ടമായി കൊണ്ടുവന്ന് ഈ വീടിനുള്ളിൽ താമസിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതിനെ പോറ്റി വളർത്തുകയാണ് എന്ന പേരിൽ ഈ വീടിനുള്ളിൽ അധിവസിപ്പിക്കുകയും അതിനെ ടേക്ക് കെയർ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു ജോലിക്കാരിയെ നിർത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് ഈ പരിസരത്താകെ ഉണ്ടായത് വല്ലാത്ത ഒരു ദുർഗന്ധവും, നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ദുർഗന്ധമാണ് ഇവിടെ അടിക്കുന്നത്. ഈ കുറച്ച് നാളുകൾ കൊണ്ട്, 1 മാസം കൊണ്ട് തന്നെ ഈ പ്രദേശവാസികൾക്കെല്ലാം ശല്യമായി തീർന്നിരിക്കുകയാണ്. മൃഗസ്നേഹത്തിന് ഇവരാരും എതിരല്ല. അതേ സമയം തന്നെ ഇതൊരു മനുഷ്യന് സ്വൈര്യത്തോടെ ജീവിക്കാനുള്ള ഒരവസ്ഥയെ ഇല്ലാതാക്കുന്ന തരത്തിലാവരുത് എന്ന് മാത്രമാണ് ഇവർക്ക് പറയാനുള്ളത്. ഏതായാലും ഇന്ന് കുന്നത്തനാട് MLA-യുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇവിടെ എത്തി ഈ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ ശ്രമിച്ചെങ്കിലും അതിന് ഈ വീട്ടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുവാൻ നിലവിൽ ഈ വീട്ടിലെ വാടകയ്ക്ക് ഈ വീട് എടുത്തിരിക്കുന്ന വീണ ജനാർദ്ദനനും സംഘവും സമ്മതിക്കുന്ന സ്ഥിതി ഉണ്ടായില്ല. തുടർന്ന് നാട്ടുകാരുടെ അടക്കം ചേർന്നുകൊണ്ടുള്ള ഒരു സംഘം ഈ വീടിന്റെ മതിൽ പൊളിക്കുന്ന സ്ഥിതി പോലും ഉണ്ടായിട്ടുണ്ട്. പോലീസിന്റെ അടക്കമുള്ള സന്നാഹങ്ങൾ ഇവിടെ എത്തുകയും ഈ വീട്ടിലേക്ക് കടക്കുവാനുള്ള ശ്രമം നടത്തുകയും പഞ്ചായത്ത് അധികൃതർ അടക്കം ഈ ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള നായ വളർത്തലിനെതിരെ നോട്ടീസ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ നാട്ടുകാരോട് തന്നെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ, എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ ഞാൻ പറയാം, ഒരു മാസമായിട്ട് വാടകയ്ക്ക് അവർ 4 പട്ടീനെ കൊടുക്കണമെന്ന് പറഞ്ഞാണ് ഇവിടെ വന്നതാണ് എൻ്റെ അറിവ്. അപ്പം ഇപ്പോൾ ഒരു 40 പട്ടിയിൽ മേളിൽ അവരിവിടെ കൊണ്ട് താമസിപ്പിക്കുന്നുണ്ട്. ഇപ്പം 1 മാസമായപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഭയങ്കര, ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ശ്വസിക്കുമ്പോൾ ഭയങ്കര ദുർഗന്ധമാണ്. ഇനിയിപ്പോൾ 2 മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അത്ര അവസ്ഥ. എൻ്റെ വീട് ഒരു 3-4 വീടിൻ്റെ അപ്പുറമാണ്. അവിടെ വരെ ഇതിൻ്റെ സ്മെല്ല് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സ്മെല്ല് ഇത്ര കുറഞ്ഞു നിൽക്കുന്നത് അവർ ഇന്നലെ ഇവിടെ കുറേ മണ്ണൊക്കെ കൊണ്ടാണ്. ഇന്നിപ്പോൾ MLA വന്നു, RDO വന്നു ഒക്കെ സംസാരിച്ച് പോയിട്ടുണ്ട്. പക്ഷേ ഇവർ MLA പറഞ്ഞിട്ട് പോലും പോലീസുകാരെ അതിൻ്റെ അകത്തേക്ക് പോലും കേട്ടിട്ട് ഇല്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. അവസാനം ഇവിടെ പ്രതിഷേധങ്ങൾ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരവധി പേരാണ് ഇപ്പോൾ ഈ വീടിനടുത്ത് വെമ്പള്ളിയിൽ ഇപ്പോൾ തടിച്ചു കൂടിയിട്ടുള്ളത്. ഇവരെല്ലാവരുടെയും ഒരേ ഒരു ആവശ്യം എന്ന് പറയുന്നത് തങ്ങൾക്ക് സ്വൈര്യമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ചേച്ചി, ഇവിടെ ഈ പട്ടികളൊക്കെ ഇങ്ങനെ വന്ന് കൂട്ടത്തോടെ ഈ ഒരു വീട്ടിനുള്ളിലായപ്പോൾ നിങ്ങൾക്കതൊരു ശല്യമായി മാറിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ അവർ എല്ലാ വേസ്റ്റുകളും ഇട്ട് കത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഈ റോട്ടിൽ കൂടെ പോണ സ്കൂൾ കുട്ടികൾ മുതൽ യാത്രക്കാർക്ക് മുതൽ എല്ലാവർക്കും ബുദ്ധിമുട്ട് വന്ന രീതിയിൽ അവർ സംസാരിക്കുകയും ചെയ്യണം. ഞങ്ങൾ മാന്യമായ രീതിയിൽ അവരുടെ അടുത്ത് സംസാരിക്കാൻ ചെന്നാൽ അവർ ഞങ്ങളുടെ അടുത്ത് മോശമായ രീതിയിലാണ് ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുക. അപ്പം ഞങ്ങളുടെ പേരിൽ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഞങ്ങളുടെ അടുത്ത് മോശമായ രീതിയിൽ ഞങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പോ മേലധികാരികളായിട്ടുള്ള ആളുകളെല്ലാം, ജില്ലാ ഭരണകൂടത്തിന്റെ ആളുകൾക്കെല്ലാം ഇവർ പരാതി കൊടുത്തിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ നടപടി സ്വീകരിക്കണമെന്ന് റവന്യൂ അധികൃതർ മേലധികാരികൾക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഉന്മേഷ്. അമൽ സുരേന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.